ഒരു ഇന്ത്യക്കാരന് പാസ്പോർട്ട് കിട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത്? ജനനരേഖ, വിലാസ തെളിവ്, പോലീസ് വെരിഫിക്കേഷൻ, സർക്കാരിൻ്റെ പരിശോധന, ഇതെല്ലാം കഴിഞ്ഞാണ് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലെത്തുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞൊരു വിശദീകരണമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ രേഖയല്ല, അതൊരു യാത്രാരേഖ മാത്രമാണ്. ഈ ഒരു പ്രസ്താവനയാണ് രാജ്യത്താകെ വലിയ നിയമരാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിവാദം എന്താണ്? നിയമം എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെതിരെ വിമർശനം ഉയരുന്നത്? ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക പരിശോധനയുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദം ഉയർന്നത്. ഒരു ഇന്ത്യൻ പാസ്പോർട്ടുള്ള വ്യക്തിക്ക് അത് കാണിച്ചാൽ പൗരത്വം തെളിയിക്കാമോ എന്ന ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത്, പാസ്പോർട്ട് ഈസ് എ ട്രാവൽ ഡോക്യുമെന്റ്, നോട്ട് എ ഡോക്യുമെന്റ് ഓഫ് സിറ്റിസൺഷിപ്പ്. അതായത് പാസ്പോർട്ട് യാത്രയ്ക്കുള്ള രേഖയാണ്, പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ നിയമവിദഗ്ധരും പ്രതിപക്ഷവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമപരമായി നോക്കുമ്പോൾ സർക്കാരിൻ്റെ വാദത്തിൽ ഒരു ഭാഗം ശരിയാണെന്ന് ഭരണഘടനാ നിയമവിദഗ്ധർ പറയുന്നു. കാരണം ഇന്ത്യയിൽ അമേരിക്ക പോലെയുള്ള ഒരു സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ദേശീയ പൗരത്വ കാർഡില്ല. അതുകൊണ്ട് ഒരു രേഖ മാത്രം കാണിച്ച് ഇതോടെ പൗരത്വം തെളിഞ്ഞു എന്ന് പറയാൻ നിയമത്തിൽ വ്യക്തമായ വ്യവസ്ഥയില്ല. പക്ഷേ ഇവിടെ ഉയർന്ന ചോദ്യം, പാസ്പോർട്ട്സ് ആക്ട് 1967 അനുസരിച്ച് ഒരു വ്യക്തി ഇന്ത്യൻ പൗരനല്ലെങ്കിൽ സാധാരണ സാഹചര്യത്തിൽ പാസ്പോർട്ട് നൽകാൻ പാടില്ല. അതായത് പാസ്പോർട്ട് നൽകുന്നതിന് മുമ്പ് സർക്കാർ തന്നെ വ്യക്തിയുടെ യോഗ്യത പരിശോധിക്കുന്നു. ജനന വിവരങ്ങൾ, വിലാസം, രേഖകൾ, പോലീസ് വെരിഫിക്കേഷൻ എല്ലാം പരിശോധിച്ച ശേഷമാണ് പാസ്പോർട്ട് നൽകുന്നത്. അങ്ങനെയിരിക്കെ സർക്കാർ തന്നെ നൽകിയ പാസ്പോർട്ട് പിന്നീട് പൗരത്വത്തിൻ്റെ തെളിവല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ ഉയരുന്നു. ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ച വിശകലനത്തിൽ ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു വ്യക്തിക്ക് പാസ്പോർട്ട് നൽകുന്നതിന് മുമ്പ് സർക്കാർ ഇത്രയും പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സർക്കാർ ഇത്രയും വർഷമായി പരിശോധിച്ചിരുന്നത് എന്താണ്? പൗരത്വം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇതാണ് ലേഖനത്തിന്റെ കേന്ദ്ര ചോദ്യം. ഈ ചർച്ചയിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണവും വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടു. റേഷൻ കാർഡ് പൗരത്വത്തിന്റെ ഉറച്ച തെളിവിലെന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിനെയും ജനന സർട്ടിഫിക്കറ്റിനെയും അതിനേക്കാൾ വിശ്വാസ്യതയുള്ള രേഖകളായി പരാമർശിച്ചിരുന്നു. അതേസമയം അതിനെ നിയമപരമായ അന്തിമ പൗരത്വ രേഖ എന്ന് കോടതി പ്രഖ്യാപിച്ചിരുന്നില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസ് എം പി ശശി തരൂർ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു. പാസ്പോർട്ടും ആധാർ കാർഡും നിയമപരമായി വ്യക്തമായ പൗരത്വ തെളിവായി അംഗീകരിക്കേണ്ട സമയം എത്തിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇല്ലെങ്കിൽ സാധാരണ പൗരന്മാർ തുടർച്ചയായ രേഖകൾ തെളിയിക്കേണ്ട അവസ്ഥയിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാധാരണ ഇന്ത്യക്കാരൻ്റെ ചിന്ത എന്തായിരിക്കും? എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്, സർക്കാർ തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്, അതുപോലും പൗരത്വത്തിൻ്റെ തെളിവല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് കാണിക്കണം? ഇതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ആശങ്ക. ഒരു രാജ്യത്തിൻ്റെ സർക്കാർ തന്നെ സ്വന്തം പാസ്പോർട്ട് പൗരത്വത്തിൻ്റെ രേഖയല്ലെന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങൾ ആ രേഖയെ എങ്ങനെ വിലയിരുത്തും? യാഥാർത്ഥ്യത്തിൽ അന്താരാഷ്ട്ര യാത്രയ്ക്കും തിരിച്ചറിയലിനുമായി ഇന്ത്യൻ പാസ്പോർട്ട് ഇന്നും സാധുവായ യാത്രാരേഖയാണ്. എന്നാൽ ആഭ്യന്തരമായി ഉയർന്ന ഈ വിവാദം പാസ്പോർട്ടിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള പൊതുചർച്ച ശക്തമാക്കിയിരിക്കുകയാണ്. ഈ വിവാദം പാസ്പോർട്ടിൻ്റെ ഉപയോഗത്തെക്കുറിച്ചല്ല, പൗരത്വം തെളിയിക്കാൻ ഇന്ത്യയിൽ വ്യക്തവും ഏകീകൃതവുമായ സംവിധാനം ഉണ്ടോ എന്ന വലിയ ചോദ്യത്തെക്കുറിച്ചാണ്. ഒരു വശത്ത് സർക്കാർ പറയുന്നത് പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണ്, മറ്റൊരു വശത്ത് നിയമം പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്കാണ് സാധാരണയായി പാസ്പോർട്ട് നൽകുന്നതെന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ചയ്ക്ക് കാരണം. അവസാനം ഉയർന്ന ചോദ്യം ഇതാണ്: ഒരു ഇന്ത്യൻ പാസ്പോർട്ട് പോലും പൗരത്വത്തിൻ്റെ മതിയായ തെളിവല്ലെങ്കിൽ സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ തൻ്റെ പൗരത്വം ഏത് രേഖ ഉപയോഗിച്ചാണ് അന്തിമമായി തെളിയിക്കുക? ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി വരുന്നതുവരെ ഈ വിവാദം അവസാനിക്കാൻ സാധ്യത കുറവാണ്.